നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ 10th മെയിൻസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, സിലബസ് വന്നിട്ടുണ്ട്. 10th മെയിൻസിന്റെ മാത്രമല്ല +2 മെയിൻസ്, ഡിഗ്രി മെയിൻസ് മുതലായ പരീക്ഷകളുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിലിംസ് എല്ലാം എഴുതി എല്ലാവരും റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ 10th പ്രിലിംസിന്റെ റിസൾട്ട് വന്നു തുടങ്ങിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. VFA പത്തനംതിട്ട ജില്ലയിലെ വന്നു, പിന്നെ ബെഫ്കോ LD ബൈ ട്രാൻസ്ഫർ വന്നു. ബാക്കി റിസൾട്ട് ഇന്നും നാളെയും ഒക്കെ ആയിട്ട്, അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആയിട്ട് പ്രിലിംസിന്റെ റിസൾട്ട് മൊത്തത്തിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എന്തായാലും 10th മെയിൻസ് ആണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് ഓൾറെഡി 100 days ഒരു ടൈം ടേബിൾ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ടൈം ടേബിൾ ഇപ്പോൾ നമ്മൾ ഇന്ന് ഡേ 33 ആയിട്ടുണ്ട്. ഓരോ ദിവസവും കുറച്ച് പോർഷൻസ്, അതുപോലെ എക്സാംസ്, ഡെയിലി എക്സാംസ്, റിവിഷൻ അങ്ങനെ നടത്തിയാണ് നമ്മൾ ഡേ 33 വരെ എത്തി നിൽക്കുന്നത്. കുറെ പേര് നമ്മുടെ കൂടെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അന്ന് തൊട്ട് ആ തുടങ്ങിയ ദിവസം തൊട്ട് ഇന്ന് വരെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷം. ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റാങ്കോടെ തന്നെ റാങ്ക് ലിസ്റ്റ് വരാനും ജോലി നേടാനും പറ്റും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒഴിഞ്ഞു പോകുന്നവരോട് എനിക്കൊന്നും പറയാനില്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണല്ലോ. ഇടയ്ക്ക് വെച്ച് കുറെ പേര് ഇങ്ങനെ തുടങ്ങിയിട്ട് ആരംഭശൂരത്വം എന്നുള്ള നിലയിൽ തുടങ്ങിയിട്ട് നിർത്തിപ്പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് അവരുടെ കാര്യം. നമ്മുടെ കൂടെ വരുന്നവര് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ കട്ടയ്ക്ക് പിടിച്ച് മുന്നോട്ട് വരിക. പിന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പോർഷൻസ് ആണ് ഇട്ട് തന്നു പോകുന്നത്. പിന്നെ 10th മെയിൻസ്, അതുപോലെ എല്ലാത്തിന്റെയും മെയിൻസ് എന്ന് പറയുമ്പോൾ SCRT പാഠപുസ്തകങ്ങൾ നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കണം. പിന്നെ 10th മെയിൻസ് ആകുമ്പം പ്രധാനമായിട്ടും സയൻസ്, SCRT സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സയൻസ് 12 മാർക്കിനാണ് നമ്മുടെ 10th മെയിൻസിന് സയൻസ് ഉള്ളത്. റാങ്ക് നിർണയ ചോദ്യമൊക്കെ SCRT എന്നുള്ള അതേ സെന്റൻസ് തന്നെയാണ് എടുത്ത് ചോദിച്ചത്. അപ്പൊ SCRT സയൻസ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എല്ലാ ദിവസവും SCRT ചാപ്റ്റേഴ്സ് ഇടുന്നുണ്ട്. ചാപ്റ്റർ മാത്രം പഠിച്ചു പോവുകയല്ല, ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടേ നമ്മുടെ ടീം, ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം SCRT 5 മുതൽ 10 വരെയുള്ള സയൻസ് എല്ലാ ക്ലാസ്സുകളുടെയും സയൻസ് എല്ലാ ചാപ്റ്റേഴ്സും PSCയുടെ മാറിയ ട്രെൻഡ് അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ടുള്ള, എന്തായാലും ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 10th മെയിൻസിന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ന്യൂ പാറ്റേൺ രീതിയിലും MCQസിലും പിന്നെ PSC ഇനി ഏതൊക്കെ രീതിയിൽ പുതിയതായിട്ട് ചോദിക്കും ആ രീതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ടീം ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്, ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര. അപ്പൊ നമ്മൾ ഓരോ ദിവസവും എല്ലാ ദിവസവും SCRT ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓരോ ദിവസവും ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ആ ചാപ്റ്റർ ഈ ബുക്കിൽ നിന്ന് എടുത്തിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ രാത്രി എക്സാമും ഉണ്ടായിരിക്കും. അന്നു പഠിച്ച പോർഷന്റെ എക്സാം ഡെയിലി ഉണ്ടായിരിക്കും. ഈ ദിവസങ്ങളിൽ ഒരു ദിവസം പോലും നമ്മൾ പഠിക്കാതെ വിട്ടിട്ടില്ല. കാരണം ഒരു ദിവസം പോലും നമ്മുടെ ടൈം ടേബിളിന് ഒരു മുടക്കം വരികയോ പോർഷൻ ഇല്ലാതിരിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും പരീക്ഷ, അതുപോലെ റിവിഷൻ എല്ലാം സമയം കണ്ടെത്തിയാണ് നമ്മൾ ടൈം ടേബിൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നേക്കുന്നത്. അപ്പൊ 10th മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. 10th മെയിൻസിന്റെ ആദ്യത്തെ പരീക്ഷ വരുന്നത് ഏപ്രിൽ മാസം 25-ാം തീയതി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ തൊട്ടിട്ടാണ്. അപ്പൊ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ തൊട്ട് മെയിൻസിന്റെ ഒരു മാമാങ്കം തുടങ്ങി എന്ന് തന്നെ പറയാം. ഇപ്പൊ ഏപ്രിൽ 25-ന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷ, പിന്നെ മെയ് 3-ാം തീയതി IRB പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ വരുന്നുണ്ട്. മെയ് 6-ാം തീയതിയാണ് ബെഫ്കോ LDയുടെ എക്സാം. അപ്പൊ LD ബിവറേജസ് കോർപ്പറേഷൻ LDയുടെ എക്സാം വരുന്നത് മെയ് മാസം 6-നാണ്. പിന്നെ നിങ്ങൾ സിലബസ് കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ സിലബസ് ഒക്കെ ഇട്ടേക്കാം. അതുപോലെ ഈ 10th മെയിൻസിന്റെ ഷെഡ്യൂൾ, +2 മെയിൻസിന്റെ ഷെഡ്യൂൾ, ഡിഗ്രി മെയിൻസിന്റെ ഷെഡ്യൂൾ എല്ലാം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാവേ. അപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ LD മെയിൻസിന്റെ സിലബസ് അതേ സിലബസ് തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് വന്നിട്ടില്ല. കാരണം നമ്മൾ വിചാരിച്ചു ബെഫ്കോ LD ആവുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് കാണും എന്ന് വിചാരിച്ചു. പക്ഷേ VFAക്കോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനോ അതുപോലെ ബെഫ്കോ LDക്കോ സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ല. നമ്മുടെ LDC മെയിൻസിന്റെ സെയിം സിലബസ് തന്നെയാണ്. പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ വരുന്നത് മെയ് മാസം 11. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇനിയും നിങ്ങളുടെ കയ്യിൽ 3 മാസത്തോളം സമയമുണ്ട്. ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തൊട്ട് തന്നെ തുടങ്ങിക്കോളൂ. നമ്മുടെ 100 days ടൈം ടേബിൾ ഞാൻ ഒന്നുകൂടെ ടെലഗ്രാം ചാനലിലും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇട്ട് തന്നേക്കാം. ഓരോ ദിവസത്തെയും ടൈം ടേബിൾ നിങ്ങളെടുത്ത് നോക്കാം. നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഒരു ബിഗിനർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് 100% പറ്റുന്ന ടൈം ടേബിളാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ. പിന്നെ കമ്പനി LGS വരുന്നത് മെയ് മാസം 17-ാം തീയതിയാണ്.
അപ്പോൾ ഏപ്രിൽ മെയ് മാസമായിട്ട് 10th ലെവലിന്റെ മെയിൻസ് അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ +2 ലെവൽ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ്യിലാണ്. മെയ് കൊണ്ട് തന്നെ തീരും. ഇപ്പോൾ മെയ് 9-ാം തീയതി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷ, മെയ് 18-ന് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ പരീക്ഷ, മെയ് 19-ന് വുമൺ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ, മെയ് 30-ന് ടൈപ്പിസ്റ്റ് ക്ലർക്ക് LD ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ വരുന്നു. അപ്പോൾ മെയ് കൊണ്ട് 12th ലെവൽ എക്സാം അവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. പിന്നെ ഡിഗ്രി ലെവൽ മെയിൻ എക്സാം വരുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ജൂൺ 3-ാം തീയതി ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പരീക്ഷ വരുന്നുണ്ട്. ജൂൺ 6-ാം തീയതി KSFE KSEB ജൂനിയർ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ. പിന്നെ ജൂൺ 17-ാം തീയതി ബെഫ്കോ അസിസ്റ്റന്റിന്റെ പരീക്ഷയുണ്ട്. പിന്നെ ജൂൺ 17-ന് തന്നെ ജൂനിയർ അസിസ്റ്റന്റ് കേരള സെറാമിക്സിന്റെ പരീക്ഷ വരുന്നുണ്ട്. സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷ വരുന്നത് ജൂലൈ മാസം 1. അപ്പൊ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ 4 മാസം ഒരു പരീക്ഷാകാലം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം എഴുതി സെറ്റാക്കി വെച്ചേക്കുന്ന പ്രിലിംസിന്റെ എല്ലാ പരീക്ഷയും വരുന്നത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ. ഇനിയും പഠിക്കാതെ ഡേറ്റ് വന്നിട്ട് പഠിക്കാം, സിലബസ് വന്നിട്ട് പഠിക്കാം. ഇനി സിലബസിൽ നമ്മൾ പഴയ സിലബസ് വെച്ച് പഠിച്ചാൽ എന്തെങ്കിലും മാറ്റം വരുമോ, പഠിച്ചത് വെറുതെ ആയി പോകും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാറ്റമൊന്നും ഇല്ലാന്ന് മനസ്സിലായത്. ഞാൻ എപ്പോഴും പറയുന്ന പഴയ സിലബസ് തന്നെയായിരിക്കും, വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ പഴയ സിലബസ് തന്നെയായിരുന്നു, വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, നമ്മുടെ കൂടെ തന്നെ പോകുന്നോളൂ, ഒന്നും വിഷമിക്കേണ്ട. ഈ 100 days 10th മെയിൻസിന്റെ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇത് തന്നെയാണ് ഈ +2 മെയിൻസിനും എല്ലാം സെയിം ടോപ്പിക് തന്നെയാണ്. നിങ്ങൾ ഓടി നടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ 10th മെയിൻസിന് ഞാൻ SCRT 10th വരെയല്ല ഫോക്കസ് ചെയ്യുന്നത്, +1 +2 പോർഷൻസും കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ സിലബസ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ പുസ്തകം മറക്കണ്ട, അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര ഉറപ്പായിട്ടും വാങ്ങിയിരിക്കേണ്ട ഒരു ബുക്കാണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ്, അതായത് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് സെക്ഷൻ ഇതിലൂടെയാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ 10th മെയിൻസിന്റെയും +2 മെയിൻസിന്റെയും ഏതൊക്കെ പരീക്ഷകളാണ് എന്നൊക്കെയാണ്, അതുപോലെ എന്റെ സിലബസ് ആവക കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും, ജോയിൻ ചെയ്താൽ മതി. എല്ലാം ഫ്രീ ആണ്, ഒന്നും പെയ്ഡ് ആയിട്ട് നടത്തുന്നില്ല, എല്ലാം ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഏപ്രിൽ മാസത്തിൽ പരീക്ഷ തുടങ്ങും എന്നുള്ള കാര്യം എല്ലാവരെയും ഒന്ന് അറിയിക്കാം. ഇതുപോലെ അപ്ഡേറ്റ്സുകളും ബാക്കി ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ സക്സസ്ഫുള്ളി പൊക്കോണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിക്ക് ജോയിൻ ചെയ്യാം. വീണ്ടും കാണാം. താങ്ക്